ഇന്ന് ഏപ്രിൽ 10 ലോക ഹോമിയോപ്പതി ദിനം. ഹോമിയോപ്പതി മരുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നേ. അല്ലെങ്കിൽ പണ്ട് മുതലേ കഴിക്കണം, അല്ലെങ്കിൽ അതൊന്നും ഫലിക്കില്ല. പിന്നെ ഹോമിയോപ്പതി മരുന്ന് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ സ്പിരിറ്റ് നില ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ലിവർ സിറോസിസ് ഒക്കെ വേഗം വരും. പിന്നെ അത് മാത്രമല്ല, ഈ വലിയ വലിയ അസുഖങ്ങൾക്കൊക്കെ ഹോമിയോപ്പതി കഴിച്ചാൽ മതിയോ? പിന്നെ ഹോമിയോപ്പതി മരുന്നിന് മധുരല്ലേ, അപ്പൊ ഷുഗർ ഉള്ളവരെങ്ങനെയാ കഴിക്കുക? അവർക്ക് ഷുഗർ വരില്ലേ? അത് മാത്രല്ല, കാപ്പി കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന മാറില്ല. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ ഹോമിയോപ്പതി മരുന്ന് കഴിക്കുക, അത് കഴിക്കുമ്പോ കാപ്പി കുടിക്കാൻ പാടില്ല. ഇങ്ങനെ ഒത്തിരി ഒത്തിരി മിത്തുകൾ, തെറ്റിദ്ധാരണകൾ പറയുന്ന ആളുകളെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട്. ഹോമിയോപ്പതി മരുന്നില് ഇപ്പൊ കാപ്പി എന്നല്ല, നമ്മളിപ്പോൾ ഓരോ അസുഖങ്ങൾക്ക്, ഇപ്പോൾ അലർജിക് റൈനൈറ്റിസ് പോലുള്ള അസുഖങ്ങളിൽ നമ്മൾ പറയും രോഗികളെടുത്ത് തണുത്ത ആഹാരങ്ങൾ കഴിക്കരുത്, നിങ്ങൾ പുളിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുറയ്ക്കണം, അതുപോലെ പാലുൽപ്പന്നങ്ങളൊക്കെ നിങ്ങൾ കുറയ്ക്കണം, ഉപയോഗിക്കരുത് എന്നൊക്കെ പറയും. അത് ചില പദാർത്ഥങ്ങൾ നമ്മൾ കൊടുക്കുന്ന മരുന്നിന്റെ വീര്യം കെടുത്താൻ ഉള്ളൊരു കാരണമാകും, അല്ലെങ്കിൽ ആ അസുഖത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ, അത് ബുദ്ധിമുട്ടുകൾ കൂട്ടാനൊക്കെ, എക്സൈറ്റിംഗ് കോഴ്സ് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതനുസരിച്ച് നമ്മൾ പറയുന്നതാണ്. അല്ലാതെ എല്ലാ ഹോമിയോ മരുന്നുകൾ കഴിക്കുമ്പോൾ കാപ്പി കുടിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അതുപോലെ കുട്ടികൾക്ക് മാത്രമല്ല ഹോമിയോ ഫലിക്കുന്നത്. കൃത്യമായി നമ്മൾ കേസെടുത്ത് കൃത്യമായി രോഗിക്ക് മരുന്ന് നിർണയിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏത് തരം അസുഖങ്ങൾക്കും, ക്യാൻസർ പോലുള്ള അസുഖങ്ങളിൽ പോലും നമുക്ക് രോഗശാന്തി വരുത്താൻ കഴിയാറുണ്ട്. പിന്നെ നമ്മൾ രോഗത്തിനല്ല ചികിത്സിക്കുന്നത്, രോഗിയെയാണ് ചികിത്സിക്കുന്നത്. പനി ബാധിച്ച് വരുന്ന 2 വ്യക്തികൾക്ക് 2 തരം മരുന്നുകളാണ് നമ്മൾ കൊടുക്കാറ്. കാരണം ആ രോഗി ഏത് തരം ലക്ഷണങ്ങളാണോ കാണിക്കുന്നത് അതനുസരിച്ചാണ് അയാൾക്ക് നമ്മൾ മരുന്ന് നൽകുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഈ കാലഘട്ടത്തിൽ ഹോമിയോപ്പതിക്ക് താരതമ്യേന വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഏത് തരം അസുഖങ്ങൾ എടുത്തു കഴിഞ്ഞാലും മനസ്സ്, അല്ലെങ്കിൽ സ്ട്രെസ്, ടെൻഷൻ, ഇവയ്ക്ക് വലിയൊരു പ്രാധാന്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. ടെൻഷനും സ്ട്രെസ്സും കുഞ്ഞുങ്ങളിൽ വരെ വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ ടെൻഷൻ, സ്ട്രെസ് ഇവയൊക്കെ ഉറവിടമായിട്ടുള്ള മനസ്സ്, ആ മനസ്സിന്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവത്തെ, വ്യക്തിയുടെ രീതികളെ മനസ്സിലാക്കി മരുന്ന് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ടെൻഷൻസും സ്ട്രെസ്സും ആ പ്രശ്നങ്ങളെ മാറ്റാൻ പറ്റുമെന്നല്ല, അതിനോടുള്ള ആ വ്യക്തിയുടെ സമീപനം മാറ്റി അയാൾക്ക് കുറെ കൂടെ നല്ല രീതിക്ക് ജീവിതത്തെ നോക്കിക്കാണാൻ സാധിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതുപോലെ ഇപ്പോ താരതമ്യേന കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി, സ്വഭാവ വൈകല്യങ്ങൾ ഒക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. അത് ജനറ്റിക് ഇഷ്യൂ ആകാം, മറ്റു പല റീസൺസും ആയിരിക്കാം. എന്നിരുന്നാലും മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് അവ കൂടുതലാണെന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ നമ്മുടെ ഹോമിയോ മരുന്നിലൂടെ വളരെ കൂടുതലാണ്. കാരണം ആ കുട്ടിയുടെ, അല്ലെങ്കിൽ ഇന്ന ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഓരോ കുട്ടികളിലും വരുത്താൻ പറ്റുന്ന മാറ്റം ഹോമിയോ മരുന്നുകളിൽ നമ്മുടെ ഫൗണ്ടറായിട്ടുള്ള ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫെഡറിക് സാമുവൽ ഹാനിമാൻ മുന്നേ തെളിയിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നമ്മൾ രോഗികളിലാണ്, അല്ലെങ്കിൽ വ്യക്തികളിലാണ് ഈ മരുന്നുകൾ അത്രയും പരീക്ഷിച്ച് നിരീക്ഷിച്ച് നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ ആക്യുറസി വളരെ കൂടുതലുമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു ഹോമിയോ ഡോക്ടറായിരിക്കുന്നതിൽ ഞാൻ വളരെ അഭിമാനം കൊണ്ടുകൊണ്ട് തന്നെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഹോമിയോപ്പതി ദിനാശംസകൾ. താങ്ക് യു.